ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു അജാസ് ആ ഇൻഹേലർ അവിടെ ഇട്ടിട്ട് പോയത് എന്തിനാണെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നാലും ഇക്കൻ്റെ ഇൻഹേലർ എങ്ങനെ ഇവിടെ വന്നത്? എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇക്ക പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളമാണ്. അതെ, അവർണിക എല്ലാം പറഞ്ഞത് സത്യം, എന്നാ ഇക്ക പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളം. ഇക്ക എന്തിനാ കിഷോറിൻ്റെ ഡെഡ് ബോഡി ഗോവിന്ദേട്ടൻ്റെ പ്രോപ്പർട്ടിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്? അതിൽ എന്തോ വലിയ പ്രശ്നമുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കണം. എൻ്റെ ഗോവിന്ദേട്ടൻ അറിയാതെ എല്ലാം കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ സമയം ഗോവിന്ദ് ചോദിക്കുക, ഗീതു എന്തായാലും ഞാൻ നിന്നോട് ചെയ്തത് തെറ്റായിപ്പോയി, സോറി ഗീതു, നിന്നോട് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. അത് കേട്ടതും സാരമില്ല കണ്ണേട്ടാ, കണ്ണേട്ടൻ്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും, ഞാനാ തെറ്റുകാരി, ഞാൻ കണ്ണേട്ടനോട് തെറ്റ് ചെയ്തുകൊണ്ടല്ലേ കണ്ണേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടത്. എനിക്കും എല്ലാ സത്യങ്ങളും അറിയായിരുന്നു, പക്ഷെ ഒരിക്കലും ആരും അറിയില്ല എന്ന് കരുതി ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നതാണ്. എന്നാൽ രാധികാമ്മയോടുള്ള ദേഷ്യം കാരണമാണ് പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. കണ്ണേട്ടനും എന്നോട് ക്ഷമിക്കേ എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഭയങ്കര സങ്കടത്തോടുകൂടി തന്നെ ഇങ്ങനെ കണ്ണുനീരൊക്കെ തുടക്കുക. കണ്ണേട്ടൻ എന്തിനാ കരയുന്നേ? നീ കരഞ്ഞില്ലേ? അത് കേട്ടത് ഞാൻ കരഞ്ഞു, പിന്നെ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത കണ്ണേട്ട ഞാൻ കരഞ്ഞത്. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, കണ്ണേട്ടനോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, സോറി കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു സോറിയൊക്കെ ചോദിക്കുക. ഈ സമയം ഗോവിന്ദാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് തന്നെ നിൽക്കുകയാണ്. എന്നാലും എല്ലാവരും അറിഞ്ഞല്ലോ ഗീതു, ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അതിനെന്താ കണ്ണേട്ടാ, അത് കണ്ണേട്ടൻ്റെ അമ്മയല്ലേ? അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പെറ്റമ്മയാണ്, ആ അമ്മയെക്കുറിച്ച് പറയുന്നതിൽ കണ്ണേട്ടൻ എന്തിനാ നാണക്കേട് വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഗീതു, എൻ്റെ അടുത്ത് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ആ അമ്മ എന്തിനാ എന്നെ ഉപേക്ഷിച്ച് പോയത്? കൗമാരപ്രായത്തിൽ എന്നെ ഉപേക്ഷിച്ച് അമ്മ പോയപ്പോൾ ഒരു വാക്ക് പോലും അവരെന്നോട് പറഞ്ഞില്ല. അമ്മ എവിടെയെന്ന് ഞാൻ അന്വേഷിച്ചിട്ടും അമ്മ എന്നെ തേടി വന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ആ അമ്മയോട് എങ്ങനെയാ എനിക്ക് സ്നേഹം തോന്നുന്നത്? ഒരിക്കലും തോന്നില്ല ഗീതു. എനിക്ക് സ്നേഹം കിട്ടേണ്ട സമയത്ത് അവരെന്നിൽ നിന്നും അകന്നു പോയതാ. അതെന്തിനായിരുന്നു? എൻ്റെ അച്ഛനെ മാത്രം മനസ്സിൽ ഇട്ടുകൊണ്ട് നടന്നവരായിരുന്നെങ്കിൽ രഞ്ജു എങ്ങനെ ജനിച്ചു? ഇതൊക്കെ എനിക്ക് അറിയണം ഗീതു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, എനിക്ക് എന്തൊക്കെയായാലും അവരെ അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഗീതു. അവരോട് എനിക്കൊരു തുള്ളി സ്നേഹം പോലും തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാൽ അവരെ എനിക്ക് ഒരിക്കലും അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല ഗീതു. അത് കേട്ടതും കണ്ണേട്ടൻ്റെ ഈ തെറ്റിദ്ധാരണയൊക്കെ മാറും. വിജയലക്ഷ്മി അമ്മയായിരുന്നു ശരിയെന്ന് കണ്ണേട്ടന് തോന്നും. അങ്ങനെ ഒരു ദിവസം ഇനി വരും കണ്ണേട്ട. ഞാനല്ലേ വാക്ക് പറയുന്നേ? ആ അമ്മയുടെ കണ്ണേട്ടൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ആ അമ്മയുടെ കയ്യിലുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് വിജയലക്ഷ്മി അമ്മ പറഞ്ഞില്ലേ? അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ അവർ നിന്നോടൊന്നും പറയാൻ പോകുന്നില്ല ഗീതു. ഞാൻ തന്നെ എത്ര പ്രാവശ്യം ചോദിച്ചതാ, പക്ഷേ ഒരു പ്രാവശ്യം പോലും അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് സങ്കടം. പറയാലോ, അവർക്കൊരു വാക്ക് എന്നോട് പറയാലോ, പറയാതെ എല്ലാം മനസ്സിൽ അടക്കി വെച്ചോണ്ട് അവരെന്തിനെങ്ങനെ നടക്കുന്നേ? അതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം സങ്കടപ്പെടേണ്ട കണ്ണേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? പോണോ ഗീതു? അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല, പേടിയാവുക. കാരണം എല്ലാവരും എന്നെ എങ്ങനെ വിചാരിക്കും? എന്തിന് പ്രിയ പോലും എന്നോട് ദേഷ്യം കാണിക്കുമെന്ന് എനിക്ക് പേടി. പ്രിയമോളോ? ഒരിക്കലുമില്ല. അവൾ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. അവൾ വിളിച്ചിട്ട് എന്നോട് സോറി വരെ പറഞ്ഞു. രഞ്ജു അവളുടെ സ്വന്തം ചേച്ചിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അത് മനസ്സിലായപ്പോഴാണ് അവൾ ഭയങ്കര സന്തോഷത്തോടെ എന്നെ വിളിച്ചത്. എന്തായാലും വാ ഗോവിന്ദേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല ഗീതു, എനിക്ക് പ്രിയയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തിന്? പ്രിയ ഭയങ്കര സന്തോഷത്തിലാണ്. അവളുടെ ചേച്ചിയാണ് രഞ്ജു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് സന്തോഷമുണ്ട്. കാരണം അവൾ ഇത്രയും നാളും രഞ്ജുവിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, രഞ്ജുവിനെ അകറ്റി നിർത്തിയിട്ടുണ്ട്. ഗോവിന്ദേട്ടൻ്റെ അനിയത്തിയാണ് രഞ്ജു എന്ന് അറിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞു. അവളെ സ്നേഹിക്കണമെന്നും രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവരണമെന്നും ഒക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു ഗീതു, സത്യമായിട്ടും പറഞ്ഞു. ഞാൻ കണ്ണേട്ടനോട് നുണ പറയോ? എനിക്ക് നുണ പറയേണ്ട ആവശ്യം എന്താ കണ്ണേട്ട? ഞാൻ പറയുന്നത് സത്യം, ഞാൻ പറയുന്നത് സത്യമാണ് കണ്ണേട്ട. കണ്ണേട്ടൻ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നൊക്കെ പറയുകയാണ്. ഈ സമയം അവർ വീട്ടിലേക്ക് പോകാനായിട്ട് കാറിൽ കയറുക. അങ്ങനെ ഗീതു ആ ഇൻഹേലർ പതുക്കെ താഴെ നിർത്തും. കണ്ടുപിടിക്കണം, ഇക്ക എന്തിനു വേണ്ടി ഞങ്ങളോട് കള്ളം പറഞ്ഞു എന്ന് കണ്ടുപിടിക്കണം. എന്നാലും രാധികാമ്മയുടെ കൂടെ നിന്നപ്പോൾ പോലും ഗോവിന്ദേട്ടനെ ചതിക്കാത്ത അജാസിക്ക ഇപ്പം എന്തിനാ ഗോവിന്ദേട്ടനെ ചതിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ അജാസിക്ക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ കുടുങ്ങുമെന്ന് ഇക്കയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും ഇക്ക അത് ചെയ്യണമെങ്കിൽ അതിലെന്തോ വ്യക്തമായ കാരണമുണ്ട്. എന്തായിരിക്കും അത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം
ഗോവിന്ദ് ചോദിക്കുക, ഗീതു നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല കണ്ണേട്ടാ, നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പോവുകയാണ് കാറിൽ കയറി. സമയം രേഖയാണ് കാണിക്കുന്നത്. രേഖയാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും വിജയലക്ഷ്മി അമ്മ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്? വിജയലക്ഷ്മി അമ്മ എന്തിനാ ഗോവിന്ദേട്ടനെ ഉപേക്ഷിച്ച് പോയത്? അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താ? അറയ്ക്കൽ തറവാട്ടിൽ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങൾ എന്താ? 10-25 വർഷം മുമ്പുള്ള കഥയാ. അത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. എന്നാലും വരുണേട്ടൻ്റെയും രാധികാമ്മയുടെയും വായിൽ നിന്നും എല്ലാം കേട്ടേ മതിയാകും എന്നൊക്കെ ആലോചിക്കുകയാണ് ഈ സമയം. അതെ, ഇനി വീണ്ടും ഞാൻ വെൽവിഷർ ആകേണ്ടി വരും. ഗോവിന്ദേട്ടനും ഗീതുവിനും ഒരു തുണയാകണം. ഗീതുവിന് എല്ലാം ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കും. വിജയലക്ഷ്മി അമ്മ എന്തിനാണ് ഇവിടെ നിന്ന് പോയത്? വിജയലക്ഷ്മി അമ്മ പോയതാണോ അല്ലെങ്കിൽ പുറത്താക്കിയതാണോ? വിജയലക്ഷ്മി അമ്മയെ ഭീഷണിപ്പെടുത്തിയതാണോ? സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അറയ്ക്കൽ തറവാട്ടിലെ രഹസ്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് ചോർത്തി അത് ഗോവിന്ദേട്ടൻ്റെയും ഗീതുവിൻ്റെയും കാതിലെത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ എൻ്റെ ഡ്യൂട്ടി. എന്തായാലും വരുണേട്ടൻ്റെ ഭാര്യയാണെന്ന് പേര് മാത്രമേ ഉള്ളൂ. അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. അയാൾ എന്ന് നല്ലവനാകുന്നോ അന്നേ എനിക്ക് പറ്റൂ. അമ്മയുടെ പിടിവിട്ട് അയാൾ എന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നോ അന്നേ എനിക്ക് അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. രാധികാമ്മയുടെ ഉപദേശം കേട്ട് വരുണേട്ടൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, വരുണേട്ടനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ ഇരിക്കുക. അതേസമയം ഗീതവും ഗോവിന്ദും അറയ്ക്കലിലെത്തിയതും നമ്മുടെ രേഖ ഓടി വരിക. ചേച്ചി സോറി ഗീതു, എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോയത്? എന്താ ഗോവിന്ദേട്ട ഇത്? ഗോവിന്ദേട്ടൻ എന്തിനാ ഇത്ര ടെൻഷൻ? അതൊക്കെ നല്ല കാര്യമല്ലേ? നല്ലൊരമ്മയാ ഗോവിന്ദേട്ടനുള്ളത്. പക്ഷേ രാധികാമ്മയെ പോലെ ഒരു രണ്ടാനമ്മ ഗോവിന്ദേട്ടന് എങ്ങനെ വന്നു എന്ന് എനിക്കറിയാവുന്നത്. അപ്പോൾ ഗീതു, രേഖച്ചി വേണ്ട മിണ്ടാതെ നിൽക്ക്. അപ്പോൾ നമ്മുടെ രേഖ ശരി ഗീതു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഈ സമയം ഗോവിന്ദ് നേരെ മുറിയിൽ പോയി വാതിലടച്ചിട്ടിരിക്കുക. അപ്പോഴേക്കും പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗീതു. മോളെ പ്രിയേ, എന്തായി ചേച്ചി? എൻ്റെ ഏട്ടൻ വന്നോ? നിൻ്റെ ഏട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഏട്ടന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ദേ വിജയലക്ഷ്മി അമ്മയെക്കുറിച്ച് ഒന്നും ചോദിക്കുകയും ഉണ്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഏട്ടൻ ഇങ്ങോട്ട് ചിലപ്പോൾ വന്നാൽ വരുമോയെന്ന് എനിക്കറിയില്ല. മുറി അടച്ചിട്ടിരിക്കുവോ? ശരി ചേച്ചി, ഞാൻ ഏട്ടൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല. എൻ്റെ ഏട്ടനൊരു പാവമാഴ്ച. എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ ഒന്നുമില്ല, കള്ളവും കപടവും ഇല്ല. അതുകൊണ്ടാണ് എൻ്റെ ഏട്ടനിങ്ങനെ പെട്ടെന്ന് കരയുന്നത്, ഷോക്കാവുന്നതൊക്കെ. അത് കേട്ടതും അതേ മോളെ, നിൻ്റെ ഏട്ടൻ പാവമാണ്, പഞ്ചപാവം. അങ്ങനെയുള്ള ആ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാ രാധികാമ്മ ചെയ്തു കൂട്ടുന്നത് മുഴുവനും ദുഷ്ടത്തരം മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനു വേണ്ടിയാ രാധികാമ്മയെ കണ്ടിട്ടിങ്ങനെ വിശ്വസിക്കുന്നതെന്നറിയില്ല. എനിക്കും അറിയില്ല ചേച്ചി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് അമ്മ എൻ്റെ കുഞ്ഞിനോട് കാണിച്ച ക്രൂരതയെല്ലാം എനിക്കറിയാം. അമ്മ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരമ്മമാരും ചെയ്യാത്ത കാര്യമാണ് അമ്മ എന്നോട് ചെയ്തത്. ഇങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാ. എന്നിട്ടും അമ്മ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ അമ്മയോട് ക്ഷമിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഏട്ടനെക്കുറിച്ച് ഓർത്ത് മാത്രമാണ്. ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, കൗമാരപ്രായത്തിൽ പോലും ഒരമ്മയുടെ സ്നേഹം കിട്ടാതിരുന്നപ്പോൾ കിട്ടിയത് എൻ്റെ അമ്മയുടെ സ്നേഹമാണ്. അങ്ങനെയുള്ള ആ ഏട്ടനെ വേദനിപ്പിക്കരുതെന്ന് കരുതിയിട്ടാ ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത്. എന്തായാലും ഗോവിന്ദേട്ടൻ പാവുക ചേച്ചി, ഗോവിന്ദേട്ടനെ പൊന്നുപോലെ നോക്കിക്കോണം. അത് കേട്ടതും ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട് മോളെ, നീ എന്തിനാ വിഷമിക്കുന്നേ? നിൻ്റെ ഏട്ടനെ ഞാൻ ഉള്ളം കയ്യിലാണ് കൊണ്ട് കിടക്കുന്നേ, ഒന്നും സംഭവിക്കില്ല, നിൻ്റെ ഏട്ടനെ ഞാൻ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു പ്രിയയ്ക്ക് വാക്കൊക്കെ കൊടുത്തിട്ട് മുറിയിലേക്ക് പോവുക. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. എന്താ കണ്ണേട്ട ഇത്? ഇവിടെ വന്നും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗീതു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമല്ല നടന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞു പോലുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനൊരു വഴക്കെടുത്ത് ഇടില്ലായിരുന്നു. സാരില്ല കണ്ണേട്ട, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റല്ലേ, എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ? നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോട് ക്ഷമിക്കാനാ? എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ കൗമാരവും യൗവനവും ഒരുമിച്ച് തിരിച്ചു തന്ന പെണ്ണാ നീ. അങ്ങനെയുള്ളപ്പോൾ നിന്നെ വേദനിപ്പിക്കാനോ നിന്നെ സങ്കടപ്പെടുത്താനോ എനിക്ക് കഴിയില്ല ഗീതു. എന്നാൽ പിന്നെ കണ്ണുനീരൊക്കെ തുടക്കി നമുക്ക് കിടക്കാം. അങ്ങനെ അവർ എന്താ പറയുക സമാധാനിപ്പിച്ചിട്ട് ഗീതുവും ഗോവിന്ദും കിടക്കുവാണ്. ഈ സമയം രാധികയാണ് കാണിക്കുന്നത്. എന്നാലും ആ ഗീതു എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ മുതൽ കലി കയറിയിരിക്കുക. എന്നാലും അവളെന്തിനാ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത്? അത് കേട്ടതും എന്തെങ്കിലും ആയിക്കോട്ടെ അമ്മ വിഷമിക്കാതെ ടെൻഷൻ അടിക്കാതെ. പക്ഷെ ഗോവിന്ദേട്ടൻ പറഞ്ഞല്ലോ, വിജയലക്ഷ്മി അമ്മയെ തൻ്റെ അമ്മയല്ല, രാധികാമ്മയാണ് തൻ്റെ അമ്മ. രാധികാമ്മ കൊന്നാലും പ്രശ്നമില്ലെന്നൊക്കെ. പിന്നെ ഇതിൽ കൂടുതൽ അമ്മയ്ക്ക് എന്ത് വേണം? അത് ശരിയാ മോനെ, അതാണ് എൻ്റെ ഏക ആശ്രയം. അവൻ്റെ ആ വാക്കുകളാണ് എൻ്റെ ധൈര്യം
എന്നൊക്കെ പറഞ്ഞ് രാധിക ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതും ഗോവിന്ദും നല്ല ഉറക്കുക. അങ്ങനെ നേരം പരപര വെളുത്തു. നേരം വെളുത്തതും ഗീതുവിന് ചെറിയൊരു അസ്വസ്ഥത, ഛർദ്ദിക്കാൻ വരുന്നോ തല കറങ്ങുന്നോ എന്നൊക്കെ പോലെ തോന്നുക. ഗോവിന്ദാണെങ്കിൽ അവിടെ ഇല്ല. അപ്പോൾ ഗീതു ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. എന്താണ് പറ്റിയെന്ന് അറിയില്ലല്ലോ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, എന്തൊക്കെ അസ്വസ്ഥത പോലെ തോന്നുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗീതുവിന് ചെറിയൊരു സംശയം തോന്നുക. അതെ, അപ്പോൾ അത് തന്നെയാണോ സംഭവം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു വീണ്ടും ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കണം. അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ കാര്യം പോസിറ്റീവാണ്. ഗീതുവിന് ഭയങ്കര സന്തോഷമായി. ഈശ്വര, ഞാൻ ആഗ്രഹിച്ച ആ ദിവസം വന്നെത്തി. എനിക്കെന്തായാലും ഒരുപാട് സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ച ആ ദിവസമാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഇത് ഞാൻ എൻ്റെ കണ്ണേട്ടനോട് എങ്ങനെ പറയും എന്നൊക്കെ ആലോചിക്കണം. അങ്ങനെ ഗീതു ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിനിടയിലും ടെൻഷനുകൾ ഒരുപാടാണല്ലോ ഈശ്വര. ഞാനിപ്പോൾ അമ്മയാകാൻ പോകുന്ന വിവരം കണ്ണേട്ടൻ അറിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കും. എന്നാൽ അജാസൊക്കെ ചെയ്ത വിവരം അറിഞ്ഞാൽ കണ്ണേട്ടൻ അത് സഹിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഗോവിന്ദ് വരിക. ഗോവിന്ദനാണെങ്കിലും ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ഗോവിന്ദ് വന്നു. ഗീതു ആകെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഗോവിന്ദ്, ഈശ്വര, ഇവൾ ഇന്ന് സങ്കടപ്പെട്ടാണല്ലോ ഇരിക്കണേ. എൻ്റെ സങ്കടമാണ് ഇവളുടെ സങ്കടം. ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവൾക്കും ഇത്ര സങ്കടം ഇല്ല. ഞാനിനി സങ്കടപ്പെടാൻ പാടില്ല. ഇവള് സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ഞാൻ സന്തോഷിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അടുത്തേക്ക് ചെല്ലുക. ഗീതു, എന്താ കണ്ണേട്ടാ എന്നും പറഞ്ഞ് ചോദിക്കണം. അപ്പോൾ ഗീതു ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് പോയി. എന്താ കണ്ണേട്ടാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവള് വഴക്കാൻ തോന്നുന്നല്ലോ, ഒന്നും മിണ്ടാതെ അവൾ എന്തിനാ പുറത്തേക്ക് പോയത് എന്നും പറഞ്ഞു ഗോവിന്ദും പുറത്തേക്ക് ചെല്ലുക. അപ്പോൾ നമ്മുടെ ഗീതുവിനോട് ചോദിക്കുക, എന്തു പറ്റി കണ്ണേട്ടാ? എൻ്റെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എന്തായാലും മാറ്റമുണ്ടോ? ചെറിയൊരു വളർച്ചയുണ്ട്, ക്ഷീണവും ഉണ്ട്. എന്താ ഗീതു, നിനക്ക് വയ്യേ? ഡോക്ടറിനെ കാണണോ? വേണ്ട, ഡോക്ടറിനെ ഞാൻ കണ്ടു. അത് കേട്ടതും സത്യമായിട്ടും ഡോക്ടറെ കണ്ടോ? കണ്ടു. നീ ഒറ്റയ്ക്ക് പോയോ? ഒറ്റയ്ക്ക് പോയി കണ്ണേട്ടാ. എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? നീ എന്തിനാ ഒറ്റയ്ക്ക് പോയത്? കണ്ണേട്ടനെ അല്ലെങ്കിൽ തന്നെ ടെൻഷനാ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത്. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്നൊക്കെ തന്നോ? മരുന്നൊന്നും തന്നില്ല, പിന്നെ വിറ്റാമിനുള്ള ഗുളിയൊക്കെ തന്നു. വിറ്റാമിൻ കുറഞ്ഞിട്ടാണല്ലേ? എന്തായാലും നല്ലതാ. നീ നന്നായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അതിൻ്റേതായ സംഭവിച്ചിരിക്കുന്നത്. അതെ, ഇനി നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും പറഞ്ഞു. പിന്നെ 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 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പറയുന്നേ? എന്താണെങ്കിലും പറ ഗീതു. പിന്നെ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, കണ്ണേട്ടനൊരു അച്ഛനാവാൻ പോവാന്ന്. അത് കേട്ടതും സത്യമാണോ ഈ പറയുന്നേ? സത്യം കണ്ണേട്ടാ. അപ്പോൾ ഗോവിന്ദൻ എന്ത് പറയണമെന്നറിയില്ല. സന്തോഷം കൊണ്ട് നമ്മുടെ ഗോവിന്ദ് തുള്ളിച്ചാടുക. ഗീതുവിനെ എടുത്തു പൊക്കി കറക്കുക. എന്നിട്ട് ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ ഗീതുവിനോട് ചോദിക്കുക, ഗീതു സത്യമായിട്ടും? എന്നിട്ട് സന്തോഷത്തോടെ ഗോവിന്ദ് അവിടെ കിടന്ന് തുള്ളിച്ചാടുക. ഇതൊക്കെ കണ്ടത് ഗീതു, കണ്ണേട്ടാ, എന്തൊരു സന്തോഷമുള്ള ദിവസമല്ല നമ്മുടെ ജീവിതത്തിലേക്ക്. അതെ ഗീതു, ഇത്രയും സങ്കടങ്ങൾക്കൊടുവിൽ ഇത്രയും സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ആദ്യമായിട്ടല്ലേ. എനിക്കിത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല. നിനക്ക് എന്ത് വേണേലും പറ, ഞാൻ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കുക. ഈ സമയം ഇതെല്ലാം മറഞ്ഞെന്ന് കേട്ട രാധിക, ഞാൻ എന്ത് പേടിച്ചോ അത് തന്നെ സംഭവിച്ചു. ഈശ്വര, അവൾ ഒരിക്കലും അമ്മയാകാൻ പാടില്ല എന്ന് കരുതിയതാ. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം, ആ കുഞ്ഞിനെ കൊല്ലണം. ഇല്ലെങ്കിൽ ഈ സ്വത്തുക്കൾക്കെല്ലാം അവകാശി ആ കുഞ്ഞാവും. ഗോവിന്ദൻ്റെ കുഞ്ഞ് ഒരിക്കലും ജനിക്കാൻ പാടില്ല. ഗീതുവിൻ്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ തീർക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ഗീതു അമ്മയാകാൻ പോകുന്ന സന്തോഷം ഗോവിന്ദ് എല്ലായിടത്തും പറഞ്ഞു നടക്കുക. ഭയങ്കര സന്തോഷത്തോടെ അയ്യപ്പൻ നായർക്കും പിന്നെ രേഖയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി. രേഖയാണെങ്കിൽ സന്തോഷത്തോടെ ഓടി വന്ന്, സത്യമാണോ ഗീതു ഞാൻ കേൾക്കുന്നത്? സത്യ രേഖേച്ചി. അപ്പോൾ രഞ്ജു ആണ് അവിടെ തോറ്റുപോയത്. കാരണം രഞ്ജുവിനൊരു വാശിയായിരുന്നു, ഗീതുവിന് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തനിക്കൊരു കുഞ്ഞ് വേണമെന്ന്. എന്നാൽ രഞ്ജുവിൻ്റെ കാര്യം തോറ്റു പോകുമ്പോൾ രഞ്ജുവിന് എങ്ങനെയായിരിക്കും അത് പ്രതികരിക്കാൻ പറ്റുന്നത്? വിജയലക്ഷ്മി ആണെങ്കിൽ എങ്ങനെയെങ്കിലും രഞ്ജുവിനെയും ധ്യാനിനെയും തമ്മിൽ അകറ്റാൻ വേണ്ടി നിൽക്കുക. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ രഞ്ജു മരിക്കും, ആ കുഞ്ഞിന് അസുഖം വരികയും ചെയ്യും. അങ്ങനെ ഒരു ജീവിതവും അങ്ങനെ ഒരു ക്രൂരതയും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനാണ് വിജയലക്ഷ്മി ശ്രമിക്കുന്നത്. അതെ, അപ്പോൾ ഗോവിന്ദും ഗീതുവും ഇവിടെ സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ അവിടെ രഞ്ജു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. ധ്യാൻ, എനിക്കും ഒരു കുഞ്ഞു വേണം. ഗീതു അമ്മയാകാൻ പോവുക, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടുക. രഞ്ജു, നീ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഗീതുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാൾ കുറേയായി. അതുകൊണ്ട് അവളിപ്പോൾ അമ്മയാകാൻ പോകുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എഴുപിടിയുന്ന ഒരു കുഞ്ഞൊക്കെ ജനിച്ചാൽ നിങ്ങളുടെ ഫ്രീഡം ഇല്ലാതെയാവും.
അമ്മേ, ഫ്രീഡത്തിന് വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്. എനിക്കൊരു അമ്മയാകണം, എനിക്കൊരു കുഞ്ഞിനെ താലോലിക്കണം, അതിനു വേണ്ടിയാ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിൽ ഒരു സങ്കടവും ഇല്ല, സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ എപ്പിസോഡുകളാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. കാരണം അജാസിൻ്റെ കള്ളത്തരം ഗീതു എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.